ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ സാഖ്യയോഗത്തിലെ 13-ാമത്തെ ശ്ലോകം നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര അനുമുഹ്യതി. അതായത് ഈ ദേഹത്തിന് പല അവസ്ഥകളുണ്ട്. കൗമാരം, യൗവനം, ജര അഥവാ വാർദ്ധക്യം. അത്രയേ ഉള്ളൂ. ഈ ഒരു ദേഹത്തിൽ നിന്ന് ഈ ആത്മാവ് അല്ലെങ്കിൽ ദേഹി ഒരു ദേഹം ഉപേക്ഷിച്ച് വേറൊരു ദേഹം സ്വീകരിക്കുന്നത്. ഇനി നമുക്ക് 14-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിനോ അനിത്യാസ്ത്വാം സ്ഥിതിഷ്വസ്വ ഭാരത. മാത്രാസ്പർശാസ്തു കൗന്ദേയ. കാരണം നമുക്കിതൊക്കെ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? എല്ലാ സുഖവും ദുഃഖവും എല്ലാം നമ്മുടെ ഈ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ചേരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത്? ശീതം, ഉഷ്ണം. അതായത് ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പ്, മറ്റേത് ചൂട്. നമ്മുടെ ശരീരത്തിൽ ത്വക്കിൽ സ്പർശിക്കുമ്പോഴല്ലേ ഇതൊക്കെ അറിയാവുള്ളൂ ഇല്ലേ? തണുപ്പാണെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ തൊലിക്ക് ആ ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ചൂടാണെന്നുള്ളതിനും അങ്ങനെ ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അതുപോലെ തന്നെ സുഖവും ദുഃഖവും അതെങ്ങനെയാണ്? നല്ലൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. അതേസമയം ഒരു വൃത്തികെട്ട കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമാവില്ല, അപ്പം ദുഃഖമായി. ഏറ്റവും എളുപ്പം നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് അല്ലേ ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമായി. അത് നമ്മുടെ ചെവിയിൽ കൂടി അത് കേൾക്കുന്നതാണ്. അതേസമയം അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം സന്തോഷമായിട്ട് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ ദുഃഖം എല്ലാം പോയി. ഇതിങ്ങനെ വന്നും പോയി ഇരിക്കില്ലേ, അതവിടെ നിലനിൽക്കുക, സ്ഥിരമായിട്ടില്ല. ഓരോന്ന് വരും, ഓരോന്ന് പോകും. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ആഗമപായനോ അനിത്യമാണ്, നിത്യമല്ല, അത് നിലനിൽക്കുന്നതല്ല, അത് അനിത്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളവയെ തരണം ചെയ്യണം. അല്ലാതെ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അയ്യോ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഖാന്തരമാണ് നമ്മൾ ഈ ലോകത്തെ നോക്കിക്കാണുന്ന സകലതും നമ്മൾ അനുഭവിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ അപ്പം നമുക്ക് മനസ്സിനും കൂടി അതിലുണ്ട് കേട്ടോ. കാരണം മനസ്സാണ് ഇതൊക്കെ അനുഭവിപ്പിക്കുന്നത്, അല്ലാതെ കണ്ണുണ്ടെന്നും പറഞ്ഞിട്ട് കാണില്ലല്ലോ. മനസ്സതിൻ്റെ പുറകിലുണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. വരും പോകും എന്ന് വിചാരിച്ച് ഇനിയും വരും വസന്തം ഇല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെയും മറ്റേ വേനൽക്കാലം വരും, പൂക്കൾ വാടും കൊഴിയും. ഇതൊക്കെ വിചാരിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമല്ല. എല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക.